ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ലാമി കിങ്ങും അതുപോലെ തന്നെ ഭർത്താവും ഉണ്ടെങ്കിൽ ഒരു Q&A പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതെനിക്ക് ലാമിയുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇതെനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ജീവിതം, അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചത് രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളെയായിരുന്നു, എങ്ങനെയായിരുന്നു അത് അക്സെപ്റ്റ് ചെയ്ത്, അതിൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ കുട്ടിക്കുണ്ടെങ്കിൽ ആ ബന്ധത്തിലൊരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയുടെ അവസ്ഥ എന്തുവാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിക്ക് എങ്ങനെ പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ എനിക്കതിലൊരു കുഴപ്പമൊന്നും തോന്നില്ല. ഞങ്ങളമ്മ ഇഷ്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്. എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരാൾ വന്നപ്പോഴത്തേക്ക് ഞാൻ അത് കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നതെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. പിന്നെ കുട്ടിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മയും രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതോടെ തന്നെ ഞങ്ങളെപ്പോഴും ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരുന്നു പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പിന്നെ നെഗറ്റീവായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരത് വലിയ കാര്യമായിട്ടോ എന്തെങ്കിലും അതിന് റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇത് കുറേ നാളായിട്ട് ഇതേ കാര്യം തന്നെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് കുഴപ്പമില്ല. അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് കുഴപ്പപ്പെടേണ്ട ഒരു കാര്യമില്ല.